നെഗറ്റീവ് ചിന്തകൾ നമ്മൾ എന്ത് കാര്യത്തിനുമായിട്ട് മുമ്പ് നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ നെഗറ്റീവ് ചിന്തകളാൽ പൊതിയുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം തുടങ്ങിയപ്പോൾ, അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി തുടങ്ങിയത് എൻ്റെ കൂടെയുള്ളതായിരുന്നു. വേറെ പണിയില്ലേ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് വന്നത് അടുത്ത് അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു. സപ്പോർട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ട്. ഓക്കെ, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയുക എൻ്റെ ഹേറ്റേഴ്സിനോടാണ്. കാരണം വെച്ചാൽ അവരില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഉയർച്ചകൾ ഉണ്ടാവില്ല. ഉയർച്ചകൾ ഇപ്പം ഉണ്ടാവുന്ന ചെറിയ ഉയർച്ചകൾ പോലും ഉണ്ടാവില്ലായിരുന്നു. എത്രത്തോളം എന്നെ പരിഹസിച്ചിട്ടുണ്ടോ, എത്രത്തോളം ഹെയ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ അത്രയും ഉയരാൻ ശ്രമിച്ചിട്ടുള്ള മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും എനിക്ക് നഷ്ടപ്പെടാൻ ഇല്ലാന്ന് മനസ്സിലായിക്കൊണ്ട് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ അവസരങ്ങളിൽ പറയാനുള്ള കാരണം പറഞ്ഞാൽ, നമ്മൾ എന്തൊരു കാര്യം തുടങ്ങാൻ മടിച്ചു നിൽക്കുന്നവരാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈസി ആയിട്ട് തന്നെ മറികടക്കാൻ വേണമെന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കാം. പക്ഷെ വെല്ലുവിളി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മളുടെ ലക്ഷ്യത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാം. അതായത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് എന്നും ഞാൻ മനസ്സിൽ നന്ദി പറയാറുണ്ട്. കാരണം വെച്ചാൽ ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു ഇൻസ്പയറിങ് ക്രിയേറ്റിവിറ്റി കൊണ്ട്, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് കൊണ്ട് തുടങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്പയറിങ് ക്രിയേറ്റിവിറ്റി കണ്ടുകൊണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും ആ വ്യക്തിക്ക് അറിയില്ല ആ വ്യക്തി കാരണമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ആ വ്യക്തിയെ അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആ വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. പക്ഷെ ആ വ്യക്തിയുടെ ചെറിയൊരു കോൺടാക്ട് ഇല്ലായ്മ തന്നെയാണ് ഞാനത് അറിയിക്കാതിരിക്കുന്നത് എന്നതാണ്. ഓക്കെ, ഇത് പറയാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇതേപോലെ കഴിവുകളുണ്ട്, ഇൻസ്പയറിങ് ക്രിയേറ്റിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വലിഞ്ഞു നിൽക്കുന്നത് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള വെച്ചാൽ, നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ മനസ്സിലായിട്ടേക്കാം, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾക്ക് വരാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് വരാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാളെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയും ആ ഒരു ഇൻസ്പിറേഷനും ആ ഒരു മോട്ടിവേഷനും അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇവരൊന്നും നമ്മുടെ മുന്നിൽ നിന്ന് ഇല്ലാതാവുന്നില്ല. നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ ചെവിട്ടിൽ കൂടെ നമ്മൾ ആ കാര്യം കേൾക്കുകയും അത് വിടുകയും ചെയ്യണം. ശേഷം നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണമെന്നാണ്. കാരണം ഒരാളും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കാണുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല. അത് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള നമ്മൾ തോൽവി ആഗ്രഹിക്കാത്ത ആൾക്കാർ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാത്തവര് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ താഴ്ത്താനുള്ള വഴികൾ പലതും നോക്കുന്നതാണ്. അതിൽ വീണ് പോകുന്നവനെ ഒന്നും പറയാനില്ല. കാരണം വെച്ചാല് അവൻ തോറ്റു പോവുകയും ചെയ്യും. അപ്പോൾ തോൽവി വരാം, പക്ഷെ നമ്മൾ സ്വയം തോറ്റു കൊടുക്കാതിരിക്കുകയാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയാനുള്ള കാരണം പറയുന്നത്, എന്നെപ്പോലെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്നെപ്പോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്താ പറയുക, സ്ട്രഗിൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ സഡനായിട്ട് തുടങ്ങി ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ നോക്കി, സ്റ്റിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഇതൊക്കെ നിർത്തിപ്പോക്കൂടെയും ചോദിക്കുന്നവരോട് പറയാനുള്ള കാര്യം വെച്ചാൽ, നിർത്തിപ്പോകാൻ വേണ്ടിയിട്ടല്ല തുടങ്ങിയെന്നുള്ളതാണ്. ശരിയാണ്, ലോങ് വീഡിയോസിന് വ്യൂസ് ഉണ്ടാവില്ല, ഷോർട്സിന് വ്യൂസ് ഉണ്ടാവുക, അതായത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം തുടങ്ങിയത് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ജീവൻ എത്ര നാളെടുത്ത് കഴിഞ്ഞാലും. ഓക്കെ,
എനിക്കെല്ലാം വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവ് വിശ്വസിക്കാം. ഓക്കെ, ഇത് എൻ്റെ ഒരു മോട്ടിവേഷൻ കഥ പറയണതല്ല. അതിന് മാത്രമുള്ള മോട്ടിവേഷൻ ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, എൻ്റെ കഥയിലുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ വെയിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ വെയിറ്റിംഗ് എബിലിറ്റി എന്ത് ചെയ്യുക, ആ വെയിറ്റ് ചെയ്യാൻ കാര്യം എന്ത് ചെയ്യുക, ഒഴിവാക്കുക, സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വെയിറ്റ് ചെയ്യരുത്. ഓപ്പർച്യൂണിറ്റി ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, കാരണം ആ വേസ്റ്റ് ചെയ്യുന്ന സമയം ഒരിക്കലും തിരിച്ചിട്ടില്ല. സമയം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ മാക്സിമം ആ ഒരു മൊമെന്റിൽ ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. നാളേക്കോ അടുത്ത നാൾക്കോ ഒന്നും വെക്കരുത്, ടൈമിൽ തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.